ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കിനുള്ള വർക്കൗട്ടാണ് കേട്ടോ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കിനുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേ. നിങ്ങൾ ബൈസെപ്സിനും അധികം വർക്കൗട്ട് ചെയ്തില്ല. നെക്സ്റ്റ് ഡേ വന്നിട്ട് ബൈസ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് പങ്കീസിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. വീട്ടിൽ വന്നിട്ട് പ്രോട്ടീനും പിന്നെ നമ്മുടെ മുട്ടയൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. പ്രോട്ടീൻ ഷേക്കും മുട്ടയും കൂടെ കഴിച്ചു. എന്നിട്ട് കോട്ടയം വരെ പോകണം. മാളിൽ നിന്ന് കോട്ടയത്തൊരു ചെറിയൊരു ഡ്രസ്സിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി. അവളാണെങ്കിൽ ഫുഡ് കഴിച്ചില്ലായിരുന്നു. ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ വാങ്ങി. ചെറിയൊരു പനിയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നേരെ കോട്ടയത്ത് വന്നിട്ട് അവിടെ ഡ്രസ്സിൻ്റെ വീഡിയോ എടുപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മാളു വെളിയിൽ നിന്നാണ് കഴിച്ചത്. ഞാൻ വീട്ടിൽ വന്നിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് അടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു ചുനക്കര വെച്ചിട്ട്. അവിടെ പോയി അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. തിരിച്ചു വരുന്ന വഴിക്ക് രാജമുട്ടിലൊരു കടയിൽ കയറിയിട്ട് കോഫി കുടിച്ചു കേട്ടോ ഞാൻ. അവളാണെങ്കിൽ ഷമാമിൻ്റെ ഒരു ജ്യൂസാണ് കുടിച്ചത്. പിന്നെ മൊമോസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. പുതിയൊരു കടയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പങ്കീസിൽ പോയിട്ട് ബട്ടറൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ചെറിയൊരു ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി. മാളു ചിക്കനൊക്കെ കട്ട് ചെയ്ത് തന്നെ ഫ്രൈഡ് റൈസും കഴിച്ചു. പിന്നെ ബാക്കി എഡിറ്റിങ്ങും ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി. ബൈ ബൈ.